ഒരിക്കൽ കൂടെ ദൈവവചനം പഠിക്കുവാൻ കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സോറി, കഴിഞ്ഞ ആഴ്ച എനിക്ക് കയറുവാൻ പറ്റിയില്ല. എനിക്ക് ബൈബിൾ ക്ലാസ് മുടക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിലും അങ്ങനെ പറ്റിപ്പോയി. ഏഹ്, എനിക്ക് അവിചാരിതമായിട്ട് അങ്ങനെ പോകേണ്ടി വന്നു. എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ പ്രാർത്ഥിച്ച എല്ലാവർക്കും വളരെ നന്ദി. എൻ്റെ സൗത്ത് ആഫ്രിക്കൻ ID എനിക്ക് കിട്ടി. അത് അത്ഭുതകരമായി ലഭിക്കുവാൻ ദൈവം ഇടയായി തീർന്നു. യൂഷ്വലി ഞാനൊക്കെ ആ പേഴ്സൺ തന്നെ പോയി മേടിക്കണമെന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൻ്റെ വേണ്ടി ചെന്നപ്പോഴത്തേക്കിനും എൻ്റെ ഐഡിയും കൂടെ അവർ കൊടുത്തു വിട്ടു. അതുകൊണ്ട് എനിക്കൊരു പോക്കൊക്കെ ഒഴിവായി. അങ്ങനെ അതെല്ലാം പ്രാർത്ഥനയുടെ ശക്തിയാണ്, ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് വേദ പഠനത്തിലേക്ക് പോകാം. നമ്മൾ അവസാനത്തെ ആഴ്ചയിൽ എന്തായിരുന്നു പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആരെ പറ്റിയായിരുന്നു പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആർക്ക് പറയാൻ പറ്റും? അതോ മറന്നുപോയോ? ഇല്ല. നോഹയുടെ ദൈവം തമ്മിലുള്ള ബന്ധം. സോറി, നോഹേം. നോഹയും പെട്ടകത്തിൽ നിന്നും ആദ്യം റാഹേല്. ഓക്കെ, ദൈവം ഓർത്തു എന്നുള്ള വിഷയമായിരുന്നു അല്ലേ? അതെ. ദൈവം ഓർത്താൽ നോഹയെ ദൈവം ഓർത്തു എന്നുള്ള വിഷയമായിരുന്നു നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമുക്കൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് അബ്രഹാമിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി നോഹ കഴിഞ്ഞാൽ അടുത്ത വരുന്ന അബ്രഹാമാണ്. അന്ന് നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ മിസ്സായി. എങ്കിലും കുറച്ചധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് Yes. തുടർന്ന് ഒരു പ്രാവശ്യം കൂടെ അബ്രഹാമിൻ്റെ കാര്യത്തിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ ഇന്ന് നോഹയുടെ കാര്യം പറഞ്ഞു തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ദൈവം ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അത് നമ്മൾ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ കണ്ടു. എന്നാൽ ഈ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ഇതിനെ നോഹയെപ്പറ്റി പറഞ്ഞപ്പോൾ അതിനു മുമ്പ് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താ? യാഗം കഴിച്ചു. യാഗം അർപ്പിച്ചു. ഒരു യാഗപീഠം പണിതു. തൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രിഫറൻസ് അത് യാഗമായിരുന്നു. ആമേൻ. അമ്മേൻ. ഞാൻ ആ യാഗത്തെപ്പറ്റി നിങ്ങളോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. പുതിയ നിയമത്തിലെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. റോമാലേഖനം 12-ാം അധ്യായമൊക്കെ. പറഞ്ഞു. ഓക്കെ. അപ്പം യാഗത്തിൻ്റെ സവിശേഷത എന്താണ്, യാഗം എന്നൊക്കെ നമ്മൾ ഈ നോഹയുടെ കാര്യത്തിൽ നിന്ന് പഠിച്ചു. ഇന്ന് 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ യാഗത്തിന് ശേഷം ദൈവം നോഹയെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അനുഗ്രഹത്തിന് ശേഷം ദൈവം അവരോട്ടൊരു നിയമം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നിയമം ചെയ്യുന്ന ദൈവം, ഉടമ്പടി ചെയ്യുന്ന ദൈവം നമ്മളോടും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കൽ ഇന്ന് നിങ്ങൾ കാണുന്ന ആൽവിനൊന്നും അല്ല. വർഷങ്ങൾക്ക് മുമ്പ് 2002 ഞാൻ ബാംഗ്ലൂർ പോകാൻ വേണ്ടി, ദൈവവചനം പഠിക്കാൻ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, കാര്യം അതിന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത്ര ഒരു നല്ല സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. എൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ കൊണ്ട് എന്ന് വേണം പറയാൻ ഞാൻ പഠിച്ച ഒരു സെമിനാരിൽ നിന്ന് തന്നെ എന്നെ സെക്കൻഡ് ഇയറിലേക്ക് വിളിച്ചില്ല. അപ്പം തന്നെ നിങ്ങൾക്ക്, ഞാൻ വേറെ കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ഒട്ടും മെച്യൂർ അല്ലാത്തൊരു സ്വഭാവമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ വിളിച്ചില്ല. ദൈവവേലയ്ക്ക് വിളിയില്ലാത്ത ഒരുത്തൻ ആയിപ്പോയി ഞാൻ. അങ്ങനെ എന്നെ 2-ാമത്തെ വർഷത്തേന് വിളിച്ചില്ല. വളരെ വിഷമത്തോടെ ഞാനിങ്ങനെ, ഇനി അടുത്തത് എന്ത്? കാര്യം എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ദൈവവചനം പഠിക്കാൻ പോകുന്നത് ഞാനാണ്. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ഓഫായി. ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് അവിചാരിതമായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ബാംഗ്ലൂരിൽ ദൈവവചനം പോയി പഠിക്കാൻ. പക്ഷെ അന്ന് എനിക്ക് ദൈവത്തോടും ദൈവമക്കളോടും പാസ്റ്റർമാരോടും പ്രത്യേകിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നവരോടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യം വേറൊന്നുമല്ല, ദൈവത്തെ സേവ് ചെയ്യണമെന്ന്, ഒരു മിഷണറി ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച്
ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്നിട്ട് എൻ്റെ അനുഭവം അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് വളരെ വിഷമിച്ച് ഭാരപ്പെട്ട് ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് ഇനിയും പ്രീ ഡിഗ്രി ജയിച്ചിട്ടാണ് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയത്. ഇനി ഡിഗ്രി പഠിക്കാൻ പോകണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ബാംഗ്ലൂരിലേക്ക് ചെല്ലാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ ബസ് വരുന്നത് ഞാനിങ്ങനെ ദൂരെ നിന്ന് കണ്ടു. ഒരു വോൾവോ ബസ്സാണ്. അത് വരുന്ന സമയത്ത് പെട്ടെന്ന് യാക്കോബ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പോലെ ഞാൻ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ഞാൻ പറഞ്ഞ കർത്താവേ, ഞാനിപ്പോൾ പോവാം, ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ അനുഗ്രഹിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമെന്ന് യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന. അവിടെ നിന്ന് ജസ്റ്റ് അതാരും കേട്ടൊന്നുമില്ല. എൻ്റെ തൊട്ടടുത്ത് എൻ്റെ പിതാവ് നിൽപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോകുന്നത്. ആരും കേട്ടില്ല, പക്ഷെ ദൈവം അത് ശ്രദ്ധിച്ചു. അന്ന് ഞാൻ ദൈവമായിട്ട് എടുത്തൊരു ഉടമ്പടി, ദൈവം എന്നെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളും ദൈവം എന്നെ ഓർപ്പിച്ചു. അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്ന പല വാക്കുകൾക്കും അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുന്ന പല നിയമങ്ങൾക്കും ഉടമ്പടികൾക്കും അതിനൊരു മാറ്റമില്ല. അതെന്നെന്നും ഇന്നലെ എന്നതുപോലെ അതെന്നും പുതിയതായിട്ടിരിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ 9-ാം അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം. 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 9-ാം അധ്യായം 11-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 9:11. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ജലപ്രളയം ഉണ്ടാവുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ആമേൻ. ഇനി അതിൻ്റെ 16-ാമത്തെ വാക്യം, സോറി, ഈ 13 തൊട്ട് വായിച്ചു. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജനവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിക്കുവാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയും ഇല്ല. വില്ല് മേഘത്തിൽ ഉണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. കണ്ടോ, നിയമം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ്. ഇനി അബ്രഹാമിൻ്റെ ലൈഫൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദൈവം അബ്രഹാമുമായിട്ട് നിയമം ചെയ്തു, ഇസാഖുമായിട്ട് ഉടമ്പടി ചെയ്തു, യാക്കോബുമായിട്ട് ഉടമ്പടി ചെയ്തു എന്നൊക്കെ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവർ, നമുക്കും ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിയും. ഈ പൊതുവെ ആൾക്കാർ ഉടമ്പടി ചെയ്യുന്നത് ഈ ന്യൂ ഇയറിന് അല്ലേ. ന്യൂ ഇയർ 1-ാം തീയതി ഇല്ലെങ്കിൽ 31-ാം തീയതി സർവീസിനൊക്കെ പറയൂ, കഴിഞ്ഞ വർഷത്തെ കൂട്ടല്ല, ഈ വർഷം കുറച്ചുകൂടെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ഈ വർഷം കുറച്ചുകൂടെയൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. ചിലവരൊക്കെ പറയും, ഈ വർഷം ഞാൻ ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയും. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. പക്ഷെ ഓർക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നിയമം ചെയ്താൽ അത് മാറത്തില്ല. ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. അവൻ്റെ നിയമം ഇന്നലെ എന്നതുപോലെ എന്നും എന്നും ഉണ്ടായിരിക്കും. ഇത് സർവ്വഭൂമിയോടും നോഹയിൽ നിന്ന് ജനിച്ച സകല മനുഷ്യവർഗത്തോടും, അത് മാത്രമല്ല മൃഗങ്ങളോടും ദൈവം ചെയ്തൊരു നിയമം. സകല മനുഷ്യരും മൃഗങ്ങളും ഒക്കെ കാണുമ്പോൾ ഓർക്കും, എന്ത്, ഇനി ഇങ്ങനെ ഒരു ന്യായവിധി വരത്തില്ല. പക്ഷെ ദൈവം അനുസരണക്കേട് കാണിച്ച് സ്വന്തം ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത, ദൈവത്തെ വിട്ട് അകന്നുപോയ മാനവരാശിയെ, ഈ ഭൂമിയെ, സകല ജഡത്തെയും സകലത്തെയും നശിപ്പിച്ചു, ന്യായവിധിച്ചു എന്നുള്ള അത് ഓർക്കണമെന്നാണ് ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം 10-ാം അധ്യായത്തിലെയാണ്. നമുക്കറിയാം നോഹയുടെ കാര്യം എന്താണെന്ന്. നോഹയുടെ പുത്രന്മാർ, നമുക്കറിയാം അവർക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു നോഹയ്ക്ക്. 9-ാം അധ്യായം
18 വാക്യം പ്രകാരം പറയുന്നു, പെട്ടകത്തിൽ നിന്നും പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫെത്തുമായിരുന്നു. ഹാം എന്നവനോ കാനന്റെ കാനാന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 19 വാക്യം, അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നാട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കാനന്റെ പിതാവ് ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ സഹോദരന്മാരെ അറിയിച്ചു. ശേമും യാഫെത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞുകൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. അതിനുശേഷം നമ്മൾ കാണുന്നു, നോഹ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ നടന്ന സംഭവം അറിഞ്ഞിട്ട് തൻ്റെ മകനെ ശപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പലരും ദൈവവചനത്തെപ്പറ്റി പഠിക്കുന്നവരും വായിക്കുന്നവരും ഒക്കെ ചോദിക്കാറുള്ളൊരു കാര്യം, എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ലോത്തിൻ്റെ കാര്യം വരുമ്പോൾ ലോത്തിൻ്റെ മക്കളുടെ കാര്യം, ഇതുപോലെ നോഹയുടെ കാര്യം, ഇതൊക്കെ നമുക്കൊരു മുന്നറിയിപ്പ്. ഈ ദൈവവചനം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ ദൈവവചനം ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ ഉള്ളൊരു മുന്നറിയിപ്പാണ്. ഇവിടെ കാണുന്നത്, നോഹ താൻ കൃഷി ചെയ്തു. കൃഷി ചെയ്തതിന് ശേഷം മുന്തിരി നട്ടുണ്ടാക്കി. ആ മുന്തിരിയിൽ നിന്ന് വൈൻ കുടിച്ച് മത്തനായി കിടക്കുന്ന നോഹ തൻ്റെ വസ്ത്രം മാറി കിടന്നത് തൻ്റെ മകൻ കണ്ടിട്ട് പിതാവിൻ്റെ നഗ്നത മറ്റുള്ളവരോട് വന്ന് പറയുന്ന ഒരു മകൻ. നമ്മളിന്ന് ആ ഒരു കാര്യത്തിലേക്കാണ് ശ്രദ്ധയിരിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നഗ്നത മറയ്ക്കാതെ മറ്റുള്ളവരെ അറിയിച്ചവന് ശാപവും തൻ്റെ പിതാവിൻ്റെ നഗ്നത മൂടിയ മക്കൾക്ക് ലഭിച്ച അനുഗ്രഹവും. ബൈബിളിൽ നഗ്നത എന്ന് പറഞ്ഞാൽ അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആത്മീയ അർത്ഥമുണ്ട്, ബിബ്ലിക്കൽ അർത്ഥങ്ങൾ പലതതിനുണ്ട്. ഇന്ന് ഞാൻ അതിലേക്കൊന്നും പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഈ ഒരു സംഭവത്തിൽ മാത്രം നിന്ന് പറയുവാൻ താല്പര്യപ്പെടുക, മറ്റുള്ളവരുടെ മൂടുന്ന അനുഗ്രഹം. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ശോധന ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് ഈ ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത്, നഗ്നത എന്ന് പറഞ്ഞാൽ ലജ്ജയെ കാണിക്കുന്നത്. മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതൊരു പക്ഷേ അവിചാരിതമായോ അറിഞ്ഞോ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ടുവേർഡ്സ് ടു ദാറ്റ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ? നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്കറിയാം, ദൈവം എന്താണ് ചെയ്തതെന്നറിയോ? പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച് ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദമും ഹവയും അവർ ദൈവത്തിൽ നിന്ന് ഒളിച്ചു നിൽക്കുക, മരത്തിൻ്റെ പിന്നാലെ. അതൊക്കെ നമ്മൾ പഠിച്ചത്. അവർ വസ്ത്രമില്ല, അതെ, നഗ്നരാണെന്ന് അറിഞ്ഞിട്ട് ഒളിച്ചു നിൽക്കുമ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവം അവരെ ഉടുപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് പറയുന്നത്, പാപത്തിന് ശേഷം നഗ്നരാണെന്നറിഞ്ഞ ആദാമിനെയും ഹൗവയെയും മൃഗത്തിൻ്റെ തോലുകൊണ്ട് തോലുടുപ്പാക്കി കൊടുത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളും ദൈവത്തിൻ്റെ മക്കൾ. അപ്പം ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾക്ക് പല അനുഗ്രഹങ്ങളും ലഭിക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ. നമ്മളെ സംബന്ധിച്ച് പൊതുവെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ, പൊതുവെ പാസ്റ്റർ ആയതുകൊണ്ടൊക്കെ എനിക്കറിയാം, പലരും നമ്മളെ വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുക. ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുക എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്തായിരിക്കും പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് പാസ്റ്ററെ, ഇതാണ് പാസ്റ്ററെ, അങ്ങനെ സംഭവിച്ചു പാസ്റ്ററെ, ഇങ്ങനെ സംഭവിച്ചു പാസ്റ്ററെ എന്നൊക്കെ പറയും. എന്നിട്ട് പറയണം, ഞാനിത് കുറ്റമായിട്ടൊന്നുമല്ല കേട്ടോ പറഞ്ഞേ,
പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ മറ്റൊരാളെ കുറിച്ച് അറിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ കടമ. അത് ഞാൻ മൂലം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അവർക്ക് നന്മയല്ലാത്തൊരു കാര്യമാണ് എൻ്റെ വായിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ അപമാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നിലൂടെ വരുന്നതെങ്കിൽ ഓർക്കുക, അത് അനുഗ്രഹമല്ല, ശാപം കൊണ്ടുവരും, ശാപം കൊണ്ടുവരും. എന്നാൽ നമ്മൾ മറിച്ചാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു അനുഗ്രഹമായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. എനിക്ക് തോന്നുന്നത് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 12. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്തെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്നാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. കണ്ടോ, ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയണം, മനുഷ്യർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മളെന്ത് ചെയ്യണം? അവർക്ക് ചെയ്യണം, അവർക്ക് ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു കുറ്റമുണ്ട്, എൻ്റെ ഒരു ബലഹീനതയുണ്ട്, എൻ്റെ ഒരു ദൗർബല്യമുണ്ട്, എനിക്ക് ലജ്ജ വരുന്ന, അപമാനം വരുന്ന, അല്ലെ മറ്റൊരു ഭാഷ പറഞ്ഞ നഗ്നത, അത് മറ്റുള്ളവരെ അറിയിക്കാനല്ല. എൻ്റെ ഒരു ബലഹീനത മറ്റുള്ള ഒരാൾ പറഞ്ഞ് ഇതാക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. എന്നാൽ ദൈവവചനം പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം. അപ്പം എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഇനി മുതൽ അങ്ങനെ പാടില്ല. ഈ നോഹയുടെ അനുഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അനുഗ്രഹവും ശാപവും, അനുഗ്രഹവും ശാപവും. നഗ്നത തുറന്നു കാണിച്ച, അല്ലെങ്കിൽ ആ അവസ്ഥ മറ്റുള്ളവരോട് പറഞ്ഞ വ്യക്തിക്ക് ലഭിച്ച ശാപവും മറച്ചുവെച്ച വ്യക്തിക്ക് കിട്ടിയ അനുഗ്രഹവും. ഹാം ശപിക്കപ്പെട്ടവനായി, ശേമും യാഫത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി. എങ്ങനെ? തൻ്റെ അപ്പൻ്റെ നഗ്നത കണ്ട ഹാം അത് പുറത്തുപോയി, അത് കവർ ചെയ്യാതെ അത് പുറത്തുപോയി തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. എന്നാൽ ശേമും ജാഫേത്തും ചെയ്തതെന്താ? അവർ നഗ്നത കാണാതെ മുഖം മറച്ചു വന്ന് തൻ്റെ അപ്പൻ്റെ നഗ്നത മൂടി. അതുമൂലം അവർ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ കാര്യം നമുക്കറിയാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഇല്ല എങ്കിൽ ഇന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇങ്ങനെ അനുഗ്രഹമാണ്. എന്നെ ദൈവം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് തന്നെ ഉണ്ടായ ഒരു അനുഭവം. അതിരുന്ന് ഞാൻ പഠിച്ചു. ദൈവം എന്നെ പഠിപ്പിച്ച, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ എൻ്റെ പ്രിൻസിപ്പൾ വന്ന് എന്നോട് പറഞ്ഞു, കാര്യം ഞാൻ എന്തുവാ ഇൻമെച്യൂറായിട്ടുള്ളൊരു പയ്യനായിരുന്നു. എനിക്ക് ബൈബിൾ കോളേജിൽ പോയെന്ന് പറഞ്ഞാലും അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞത്, പിന്നെ ഇരുന്ന് പഠിക്കുന്ന സ്വഭാവമൊന്നുമില്ല. അവിടെ മിക്കവാറും ഉള്ള ഗെയിംസൊക്കെ കളിച്ച് ഇങ്ങനെയൊക്കെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നടന്നൊരു വ്യക്തിയാണ്.
അപ്പോൾ എന്നോടന്ന് പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കുറേ അധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരണമെങ്കിൽ നമ്മളതൊക്കെ കവർ ചെയ്യണം. ഇത് പാസ്റ്റർമാർക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങളോട് പലരും പല കാര്യങ്ങളും പറയും. എന്നോട് പറയാറുണ്ട്. എന്നോട് ആര് എന്ത് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനതൊക്കെ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം അവരോട് പറയും, നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാര്യം ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 10:12 വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അതെ അതെ. അപ്പം നമുക്കും ഇതൊക്കെ വരാം, ഈ അവസ്ഥ വരാം, നമ്മളും വീഴാം. പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ നാളെ അവരാണെങ്കിൽ ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മളായിരിക്കും. നമ്മൾ വീഴത്തില്ലെന്ന് ആര് കണ്ടു? എന്നാൽ ഇന്ന് നമ്മൾ കവർ ചെയ്താൽ നമ്മളെ താങ്ങുന്ന ഒരു ദൈവകൃപ എന്നും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മുടെ അയൽക്കാരായിരിക്കാം, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരായിരിക്കാം. ഹല്ലേലൂയ. അവർ വീണാൽ, അവർ ലജ്ജിക്കപ്പെട്ടാൽ, അവർ അപമാനിക്കപ്പെട്ടാൽ അത് എൻ്റെയും നിങ്ങളുടെയും വായിൽ നിന്ന് വരരുത്. ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. അത് നല്ലൊരു പ്രാക്ടീസ് വേണം. ഈ പറഞ്ഞ് ശീലിച്ചവർക്ക് അറിയാതെ പറഞ്ഞു പോകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാവിനെ കടിഞ്ഞാനുള്ളൊരു കൃപ, അതായത് നമ്മുടെ ചിന്തകളെ വിചാരങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കൃപ നമുക്ക് വേണം. അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാനിങ്ങനെ പലതും അറിയാതെ പറഞ്ഞിട്ടുണ്ട്, അതുമൂലം പലർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമല്ല പ്രിയമുള്ളവർ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശാപമായിട്ട് വന്നിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചൊരു സാറ്, അദ്ദേഹം ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഭയങ്കര സ്ട്രിക്റ്റ് ആള്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വരാത്തതും നേരെ പോയിരുന്ന് പ്രാർത്ഥിക്കാത്തതും അവനൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വാസികളെയും മറ്റുള്ളവരെയൊക്കെ ശകാരിക്കും. എന്നാൽ തൻ്റെ മകൻ, അവർ ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്ന ആൾക്കാരാണ്, തൻ്റെ മകൻ ഒരു നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ താൻ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. പുള്ളി പറയാം, ഞാൻ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് അവൻ ഗിത്താർ എടുത്തുകൊണ്ട് പബ്ബിൽ പാട്ട് പാടാൻ പോകായിരുന്നു. അത്രയും നാളും ചർച്ചിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന പയ്യനാണ്. അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അനേകം മാതാപിതാക്കളെ കുറ്റം പറഞ്ഞവരെ കരയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി കരയുകയാണ്. മറ്റുള്ളവരുടെ കുറ്റം, മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കുറ്റം, മറ്റുള്ള ദേവദാസന്മാരുടെ കുറ്റം, മറ്റുള്ള നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ, ഒരുപക്ഷെ അവർക്ക് ഒരു ബലഹീനത കാണാമെന്നല്ല, എല്ലാവരും ബലഹീനരാ. ദൈവജനം പറയുന്നു, ആരും പൂർണ്ണരല്ല. എല്ലാവരും കുറവുകളുള്ളവരാ. പക്ഷെ മറ്റൊരാളുടെ കുറവ് എന്നിലൂടെ മറ്റുള്ളവർ അറിയരുത്, എന്നിലൂടെ ലോകം അറിയരുത്. അവരുടെ നഗ്നത എന്നിലൂടെ പുറത്തറിയരുത്, അവരുടെ അപമാനം എന്നിലൂടെ, അവരുടെ ലജ്ജ, അവരുടെ ദൗർബല്യം, അവരുടെ വീക്ക്നെസ്. നമ്മളൊരു തീരുമാനം എടുക്കണം. ഇന്നെങ്ങനെ എടുക്കാൻ കഴിയുമോ? അതിൽ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയിക്കൊള്ളട്ടെ, ഭാര്യയുടെ ആയിക്കൊള്ളട്ടെ, ഭർത്താവിൻ്റെ ആയിക്കൊള്ളട്ടെ. ചില സഹോദരന്മാരൊക്കെ ഭാര്യമാരെ പറ്റി കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ഭർത്താക്കന്മാരെ പറ്റി കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലവർ മക്കളെ പറ്റി കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന്? സാക്ഷ്യം വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓപ്പൺലി. ദൈവവചനം പറയുന്നു, അനുഗ്രഹവും ശാപവും നമ്മുടെ കയ്യിലാണ്.
നന്മയും ആയുസ്സും എന്നാ പറയുന്നത് നാവില. അനുഗ്രഹിക്കേണ്ട നമ്മൾ, മറ്റുള്ളവരെ സഹായിക്കേണ്ട നമ്മൾ നമ്മുടെ വാ കൊണ്ട് തന്നെ ശാപത്തിൻ്റെ വാക്കുകൾ പറയുന്നു. മറ്റുള്ളവരുടെ വീക്ക്നെസ്സുകൾ പറയുന്നവരായി മാറുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. അതൊരു ശാപത്തിന് കാരണമായി മാറരുത്. ഹാമിന് സംഭവിച്ച തെറ്റ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരരുത്. അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിൽ വന്ന കുറ്റങ്ങളും കുറവശങ്ങളും ഒക്കെ ക്ഷമിക്കണമേ. നമ്മളെപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് അറിഞ്ഞും അറിയാതെയും. അറിഞ്ഞോ അറിയാതെയോ ആയിക്കൊള്ളട്ടെ, ഇനി അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഒരു തീരുമാനമെടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഇവിടെ ഹാം നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണമാണ്. ഷേമും ജാഫെത്തും നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ മറച്ചാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ മറയ്ക്കും. നിങ്ങൾ ഇന്ന് ഈ നഗ്നത മറച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അനുഗ്രഹമായിരിക്കും. അവരുടെ മക്കൾ അങ്ങനെ ആയിക്കോട്ടെന്നേ, പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ആ സഹോദരിക്ക് ബുദ്ധിമുട്ട് കാണുമെന്നേ, നമുക്കവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞെന്തോ ചെയ്യാം? അവമാനിക്കാതിരിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്ന അവസ്ഥയിൽ നിന്ന് ദൈവമേ എന്നെ സഹായിക്കണമേ, അതിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കണമേ. ഇന്ന് ഈ കേട്ട ദൈവത്തിൻ്റെ വചനം ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞ് ഇന്ന് അബ്രഹാമിലേക്ക് കഴിഞ്ഞ ആഴ്ച അബ്രഹാം പറഞ്ഞതുകൊണ്ട് കയറാമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷെ ഞാനിന്നിങ്ങനെ സ്കൂളിൽ നിന്നിങ്ങനെ അല്പസമയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിൻ്റെ മനസ്സിലേക്ക് ഈ കാര്യം കൊണ്ടുവന്നു. നഗ്നത മറച്ച കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം, നഗ്നത തുറന്നു കാണിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ ഹാമിന് ലഭിച്ച ശാപം. ഒരു തലമുറ ശപിക്കപ്പെട്ടു പോയി. ഇന്നും ശപിക്കപ്പെട്ടവരായവരെ നിലനിൽക്കുക. അങ്ങനെ ശപിക്കപ്പെട്ട എനിക്കങ്ങനെ കുറെ അധികം പേരെ അറിയാം. ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കാലം കേട്ട് അടിച്ചിട്ട് കുടുംബജീവിതമൊക്കെ ശരിയാക്കാൻ നോക്കിയിട്ട്, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ശരിയാക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റാത്തതായിട്ടുള്ള ആൾക്കാർ. പണ്ടൊക്കെ ഇങ്ങനെ പലരെയും പറ്റി പറഞ്ഞു. ഇപ്പം തങ്ങളുടെ കുടുംബങ്ങളെ നോക്കി ആവലാതിപ്പെടുന്ന, ഭാരപ്പെടുന്ന, ദുഃഖിക്കുന്ന മാതാപിതാക്കൾ. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആവരുത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപക്ഷെ നമുക്കറിയാതിരിക്കാം മറ്റുള്ളവരങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട്. യോഹന്നാന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ പുസ്തകം, Gospel of John chapter 13 verse 1. പെസഹ പെരുന്നാളിന് 13-ാം മുമ്പ് അധ്യായം. ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കണ്ടോ? യേശുവാണ് നമ്മുടെ മാതൃക. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ നായനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇവിടെ യേശു പറയുകയാണ്, തൻ്റെ നാഴിക വന്നെന്നറിഞ്ഞിട്ട് താൻ സ്നേഹിച്ചു, അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവസാനത്തോളം. ആരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു? യൂദ ഉണ്ടായിരുന്നു. തന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നവനാണെന്ന് അറിയാം, തന്നെ ചതിക്കുന്നവനാണെന്ന് അറിയാം. കൂടുള്ളവരെല്ലാം ചോദിച്ചു, കർത്താവെ പറ അവൻ ഏതവനാണെന്ന്. പത്രോസിനെ പറ്റി അറിയാം, പത്രോസ് തള്ളി പറയുന്നു. ഇവരെയൊക്കെ പറ്റി അറിയാം, ഇവരെല്ലാം ഓടിപ്പോകുന്നു. തോമസിനെ പറ്റി അറിയാം,
പക്ഷെ കർത്താവ് സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് വൽക്കാലം നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൂട്ടുവിശ്വാസികൾ, നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഇച്ചിരൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുവിശ്വാസികൾ, അയൽക്കാർ, കൂടെ ജോലി ചെയ്യുന്നവർ, അവരൊക്കെ എങ്ങനെ? അവരെ പറ്റി നമ്മളെന്തോ പറയുന്നു? തീർച്ചയായിട്ടും ഒരാൾക്കൊരു കുറ്റം ഉണ്ടെങ്കിൽ പറയണം. പക്ഷെ അത് മറ്റുള്ളവരോടല്ല, അവരോട് തന്നെ പറയാൻ നമ്മൾ എന്തോ ചെയ്യണം? ചിലവരുണ്ട്, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ അങ്ങ് വെറുപ്പിച്ച് കളയും. അങ്ങനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണോ? അത് മറയ്ക്കാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളെ മൂടും. ദൈവം നമ്മളെ മൂടുന്നത് അനുഗ്രഹം കൊണ്ടായിരിക്കും. അനുഗ്രഹം കൊണ്ടായിരിക്കും. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ കേൾക്കും. കാര്യം ചിലവർ വിഷമമായിട്ടൊക്കെ പറയുമ്പോൾ ഇത് നിന്നിട്ട് ഞാൻ അവസാനം എൻ്റെ പ്രാർത്ഥനയുടെ അവസാനം ഞാൻ ആ പറഞ്ഞ കാര്യത്തിന് വേണ്ടി, പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയും കേട്ട എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഞാൻ നിർത്താറുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അടുക്കെ വിളിച്ച് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് തീരെ കുറവാണ്. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ബലഹീനതയുണ്ട്, ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ. അതുകൊണ്ട് ഞാൻ അതെൻ്റെ മൊബൈലിൽ നിന്ന് അതെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞു. എനിക്ക് ആരെങ്കിലും ഒരു യൂട്യൂബ് വായിച്ചു തന്നാൽ തന്നെ പൊതുവെ ഞാൻ കാണത്തില്ല. ചിലവരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, പാസ്റ്റർ അത് കണ്ടായിരുന്നോ? അപ്പം ഞാൻ ചോദിക്കും, എന്തായിരുന്നു? എൻ്റെ വിശ്വാസികൾക്കറിയാൻ ഞാൻ കാണത്തില്ലെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തായിരുന്നു? അത് ഇന്നയുടെ കാര്യമോ? അപ്പം എനിക്ക് ഉറപ്പായി ഇത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ആത്മീയ ഗുണമൊന്നുമില്ല. ഞാൻ അറിയാത്തൊരു മനുഷ്യനെ പറ്റി എൻ്റെ ഹൃദയത്തിൽ ചുമ്മാതെ എന്തിനാ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നത്? അതുകൊണ്ട് ഞാനതൊട്ടും കാണാറില്ല. ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞ, ഒരു പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞ, നമുക്ക് ദൈവം തന്ന പലതും നമുക്ക് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ശാപം കൊണ്ടുവരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പല ദൈവദാസന്മാരുടെയും കാര്യം എനിക്ക് അയച്ചു തന്നിട്ട്, ആ പുള്ളി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടോ, പുള്ളി ഇതാണല്ലോ എന്നൊക്കെ പറയുമ്പം ഞാൻ പൊതുവെ ചിലവരെന്നെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട്, പാസ്റ്റർ ഇത് ഈ പറഞ്ഞത് ശരിയാണ്, എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ ഞാനത് കേട്ടിട്ട് പറയാറുണ്ട്. കാര്യം എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹിച്ച മനസ്സോടെ അയച്ചെന്നാണെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. അല്ലാതെ പല കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന പലതും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ ചിന്തിക്കണം. ഒന്ന് അങ്ങനെ അയക്കുന്നത് ശരിയാണോ നമ്മൾ ചിന്തിക്കണം. അയക്കുന്ന നമ്മൾ ശരിയാണോ നമ്മൾ ചിന്തിക്കണം. കാര്യം ദൈവവചനത്തിൽ നമുക്ക് ഉദാഹരണമായിട്ടുള്ളൊരു വ്യക്തിയാണ് ദാവീദ്. ദാവീദ് ബത്ശേബയുമായിട്ട് പാപം ചെയ്തു. ഇന്നും നമ്മൾ ദാവീദിനെ പാപി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാത്തവൻ ഭാഗ്യവാൻ. എന്ന് വെച്ചാൽ പുള്ളിയുടെ ലംഘനം അകൃത്യം ഒക്കെ ദൈവം ക്ഷമിച്ച് പുള്ളി ഭാഗ്യവാനായി. പക്ഷെ ഇന്നും കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. കർത്താവേ, ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. ഇന്നും കുറ്റം പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദാവീദ് അത് കേട്ടപ്പോൾ നെടുമ്പാട് വീണെന്നേ. ദാവീദിന് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണെന്ന്. ദൈവം ക്ഷമിച്ചു. പക്ഷെ ബാക്കിയുള്ളവർ ക്ഷമിച്ചില്ല, അവര് മറന്നില്ല, അവര് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തന്നെ നമ്മുടെ. അപ്പൊ ദാവീദിന്റെ കാര്യം ബൈബിളിൽ എഴുതി നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ദാവീദിനെ കുറ്റവിമുക്തനാക്കി. പക്ഷെ നമ്മുടെ ഒരു കൂട്ടുസഹോദരനോ, അവൻ ഇന്നലെ സംബന്ധിച്ച അല്ലെങ്കിൽ വന്നുപെട്ട ഒരു പാപത്തിൽ നിന്ന് അവൻ ആ രാത്രി അല്ലെങ്കിൽ
രാവിലെ ദൈവസന്നിധിയിൽ നിന്ന് അവൻ ക്ഷമ പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ? ദൈവമായിട്ട് അവൻ ഏറ്റു പറഞ്ഞ് അവൻ ക്ഷമ പ്രാപിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നമ്മളാരാ? അങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വ്യക്തിക്ക് ദൈവവചനം പറയുന്ന പേരാണ് അപവാദി. അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. നമുക്കറിയാം, യോശുവ എന്ന മഹാപുരോഹിതൻ ദൈവസന്നിധി നിൽക്കാൻ വന്നപ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞു, ദൈവമേ, പുള്ളിക്കാരനെ എങ്ങനെ സ്വർഗത്തിൽ എനിക്ക് കയറ്റാൻ പറ്റും? അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്മേൽ എന്തോ ഉണ്ട്, അഴുക്കിരിക്കുന്നു. എല്ലാ അപവാദം. ചെറിയ കാര്യം മതി. ആ ഗണത്തിൽ നമ്മളായിപ്പോരുത് പ്രിയമുള്ളവരെ. ആ ഗണത്തിൽ നമ്മളായിപ്പോരുത്. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, ഒരുപക്ഷെ നമ്മുടെ വേദനയായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ വേദന പറയാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്കുണ്ട്, അത് ദൈവസന്നിധിയാണ്. നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. സങ്കീർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം വേറൊന്നുമല്ല, ദൈവസന്നിധിയിൽ വന്ന അവരുടെ വേദനകളും അവരുടെ നിരാശയും. ചില വാക്കുകളൊക്കെ അസൂയയുടെ വാക്കുകളാണ്. അവർ ദൈവത്തോടാ പറഞ്ഞത്. ദൈവവചനത്തിൽ സങ്കീർത്തനത്തിൽ എഴുതി പോയിട്ടുണ്ട്, അവൻ നശിച്ചു പോകട്ടെ, അവൻ്റെ സന്തതികൾ അങ്ങനെ ആയിപ്പോകട്ടെ, അവർക്കത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആ സങ്കീർത്തനത്തിൻ്റെ എല്ലാ അവസാനം വായിച്ചു നോക്കണം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്കിലും യഹോവേ എന്നും പറഞ്ഞാൽ നിർത്തുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്ക് പറയാനുള്ളതെല്ലാം മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം ആശ്വസിപ്പിച്ചു. ദൈവം പറഞ്ഞു, മോനെ, എല്ലാം ഞാൻ കേട്ടടാ, എല്ലാം ഞാൻ കേട്ടു, എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പം അവസാനം ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്ന എല്ലാം നിങ്ങൾ നോക്കണം. എങ്കിലും യഹോവേ നീ എൻ്റെ ആശ്രയമായിരിക്കും. ഒരു സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ദുഷ്ടന്മാരെയൊക്കെ പറ്റി പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് അവരെയൊക്കെ, അവർക്കൊന്നുമില്ല, അവർക്ക് വേദനയില്ല, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉരുണ്ടിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ദൈവത്തോട് ഭയങ്കര വിഷമം പറഞ്ഞപ്പം ദൈവം പുള്ളി ഒരു കാഴ്ച കാണിച്ചു. എന്നിട്ട് അദ്ദേഹം ആ കണ്ട കാഴ്ച എഴുതി വെച്ചിരിക്കുക. അവരെവിടെ നിൽക്കുന്നു എന്നാ? വഴുവഴുപ്പിൽ നിൽക്കുന്നു. വഴുവഴുപ്പിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഏത് സമയവും വീഴും. വീണാ പിന്നെന്തോ ചെയ്യും? എഴുന്നേൽക്കത്തില്ല. എണ്ണീക്കത്തില്ല. കാര്യം ഇത്രയും ഹെവി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാ. ഒന്ന് വീണാ പിന്നെന്തോ ചെയ്യും? എന്തേലും ഒടിയുമെന്ന്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും ഒരു അസ്ഥി പോലും ഒടിയാതെ ദൈവം കാക്കുമെന്ന് പറയുന്ന പോലെ നീതിമാൻ വീണാൽ അവൻ കൂളായിട്ട് എണ്ണീക്കും. പക്ഷേ മറ്റേ കൂട്ടർ വീണ അത് എണ്ണീക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം ഏലിയുടെ കാര്യമാണ്. ഏലി, പുരോഹിതനായിരുന്ന ഏലി. നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാം. ശമൂവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞു തുടങ്ങുന്നേ മഹാപുരോഹിതനായ ഏലി. അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? ശമൂവേൽ ബാലന്റെ അമ്മയായ ഹന്നയോട് ദൈവിക വാഗ്ദത്തങ്ങൾ പറഞ്ഞ അദ്ദേഹം മരിച്ചത് എങ്ങനെ നിങ്ങൾക്കറിയാമോ? കഴുത്തൊടിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി എങ്ങനെയുള്ളതായിരുന്നു നിങ്ങൾക്കറിയാം? അറിയത്തില്ല. ഈ മരിച്ച വാക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ, ഞാൻ ആലോചിച്ചു, കർത്താവേ, ഇങ്ങനെയൊക്കെ ഈ പുള്ളിക്കാരൻ മരിക്കുമോ എന്ന് ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, പിന്നെയും ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഒന്ന് അവിടെ മനസ്സിലായി. ഞാൻ ആ പോർഷനാണ് തപ്പുന്നത്. എൻ്റെ മനസ്സിലേക്ക് ശമൂവേലിന്റെ പുസ്തകം നാലാം അധ്യായം 18-ാം വാക്യം.
അവൻ ദൈവത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണു കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനും ആയിരുന്നു. അതിന്റെ അവൻ മീനിങ് എന്തോ? മെലിഞ്ഞവൻ. നമ്മൾ വായിച്ചത് 1 ശമൂവേൽ 5-ാം അധ്യായം 4-ാം അധ്യായം 18-ാം വാക്യം. ഓക്കെ, 4-ന്റെ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് തപ്പുമായിരുന്നു. 18-ാമത്തെ വാക്യം അല്ലേ? അതെ അതെ. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, ഹിസ് നെക്ക് വാസ് ബ്രോക്കൺ ആൻഡ് ഹി ഡൈഡ്. ഹി വാസ് ആൻ ഓൾഡ് മാൻ ആൻഡ് ഹി വാസ് ഹെവി. ഹെവി എന്നാണോ? ഇംഗ്ലീഷ് വേർഷൻ ഉള്ളവരൊന്ന് വായിച്ചേ. ആരുടെയും കയ്യിലുണ്ടോ ഇംഗ്ലീഷ് വേർഷൻ? ഉണ്ട്. 4-ന്റെ-18. As soon as he mentioned the ark of God, Eli fell over backward from his seat by the side of the gate, and his neck was broken, and he died. For the man was old and heavy. കണ്ടോ? ഹെവിയാണ്. For the man was old and heavy. He got പക്ഷെ dead. നല്ല വണ്ണമായിരുന്നു. പറയുമ്പം മെലിഞ്ഞന്നല്ലേ അർത്ഥം? സ്ഥൂലിച്ചവൻ അതാണ് എനിക്ക് കറക്റ്റ് മലയാളം അറിയത്തില്ല. മലയാളം മീഡിയത്തിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാലും. ആണോ? സ്ഥൂലിച്ചു എന്നുള്ളതിന്റെ അർത്ഥം അതാണോ? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയായിരുന്നു ഇതുവരെ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത്. അതാണ് ഞാൻ പെട്ടെന്ന് മലയാളം എനിക്ക് ഇംഗ്ലീഷിൽ ഹെവി എന്നാ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഹെവി എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഞാൻ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് എൻ്റെ മനസ്സിലേക്ക് വരും. ഒരു പക്ഷേ സ്ഥൂലിച്ചവൻ അല്ലെങ്കിൽ വണ്ണമില്ലാത്തവനായിരുന്നെങ്കിൽ പുറകിലോട്ട് വീണ അത്ര വലിയ കാര്യമായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. വൃദ്ധനാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ തൻ്റെ ശരീരഭാരം ഹല്ലേലൂയ. ഇന്ന് അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം, നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. പറയുകയാണ്, ഹാം തൻ്റെ പിതാവിൻ്റെ ദൗർബല്യം അത് പുറത്തു പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരുടെ ദൗർബല്യങ്ങൾ പുറത്തു പറയാൻ അങ്ങനെ പിന്തുണയ്ക്കാൻ നമുക്ക് പാടില്ല. പ്രോബബ്സ് സദൃശവാക്യം 17-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? 17-ാം അധ്യായം 9-ാം വാക്യം. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. കണ്ടോ? അപ്പം ഒരാൾ കാര്യം പാട്ടാക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. മിത്രങ്ങളെ ആദ്യം പറയുന്ന വാക്കുണ്ടോ? സ്നേഹം തേടുന്നവൻ, സ്നേഹമുള്ളവൻ. പോട്ടെ, നമ്മുടെ ബ്രദർ അല്ലേ, പുള്ളിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ശരിയാക്കാം. അല്ലെങ്കിൽ നമ്മുടെ സഹോദരി അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിനു പകരം ഉടനെ തന്നെ ഗ്രൂപ്പിൽ ശരിയൊരു പോസ്റ്റ് ഇട്ടേക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവരെ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ, 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. 1 പത്രോസ് 4-ന്റെ 8.
1 പത്രോസ് 4-ാം 8-ാം വാക്യം. സകലത്തിനും സകലത്തിനും തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. കണ്ടോ, ഒരാൾ പാപത്തിൽ അകപ്പെട്ടു പോയാൽ സ്നേഹത്തിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? മടക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്ന് വരെ ചെയ്തതിൻ്റെ അകത്തൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു എന്ന്. ഒരു വാക്യം ഇവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെയൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലെ സഭയ്ക്ക് നമുക്കൊക്കെ എഴുതി തന്നിരിക്കുന്ന ഒരു വാക്കാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. ഈ 2-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം അല്ലേ? 1-ാം വാക്യമോ? സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവേൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. കണ്ടോ, വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ നമ്മൾ എന്തു ചെയ്യണം? സൗമ്യതയോട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തണം. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത് എന്താണെന്നറിയോ? തമ്മിൽ തമ്മിൽ എന്തോ ചെയ്യണം? ഭാരങ്ങളെ ചുമക്കുവിൻ. ഭാരങ്ങളെ ചുമപ്പേൻ. ഇങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ പ്രമാണം നിവർത്തിക്കുവിൻ. ന്യായപ്രമാണം നിവർത്തിപ്പിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാൻ പോകാം. അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു അനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശോധന ചെയ്യാം. ഞാൻ എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കടന്നുപോയൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇനി എന്ത് എന്നൊന്നും അറിയാതെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഒരു സിറ്റുവേഷൻ. അപ്പം അദ്ദേഹത്തിന് നാട്ടിൽ പോകണം, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ആരും സഹായിക്കാനില്ല. നമുക്കറിയാമല്ലോ, ഒരാൾക്ക് കടമാണെന്നറിഞ്ഞാൽ തിരിച്ചു തരാൻ നിവൃത്തിയില്ലെന്നറിഞ്ഞാൽ പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കൂ? ആരും സഹായിക്കത്തില്ലെന്നേ. ഈ പറയുന്ന നമ്മൾ തന്നെയാണെങ്കിലും, എടാ അവൻ എന്നോട് കാശ് ചോദിച്ചു എന്നേ പറയത്തുള്ളൂ. മറ്റൊരാളെ വിളിച്ചു, എടാ എന്നോടും ചോദിച്ചായിരുന്നടാ എന്നേ പറയത്തുള്ളൂ. എടാ നിൻ്റെ ഉണ്ടെങ്കിൽ കൊടുക്കടാന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. അങ്ങനെ ഇരുന്നൊരു സമയത്ത് അദ്ദേഹം എന്നടുക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്കറിയത്തില്ല, എന്നെ ആരും സഹായിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ സഹായിക്കാൻ ആരുമില്ല, പക്ഷെ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ സഹായിക്കാൻ ആവശ്യത്തിനുണ്ടെന്ന്, പക്ഷെ എൻ്റെ കയ്യിൽ ഇതില്ല. അപ്പം അദ്ദേഹത്തിനും അറിയാം എൻ്റെ അവസ്ഥയും പരിങ്ങലിലാണെന്ന്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് വേണ്ടി നിങ്ങളൊരു ലോൺ എടുത്തു തരാമോ? ഞാൻ അപ്പാടെ പെട്ടുപോയി. ഞാൻ എന്തോ പറയണമെന്നറിയത്തില്ല. ഞാൻ അപ്പാടെ വിഷമിച്ചു പോയി. ഞാൻ അന്ന് വൈകുന്നേരം എൻ്റെ ഭാര്യയോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അതിന് ശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ഓർപ്പിച്ചു, പപ്പ ഒരു കാര്യം ഓർക്കണം, ദൈവവചനം പറയുന്നത് അന്യന് വേണ്ടി എന്തോ ചെയ്യരുത്, ജാമ്യം നിൽക്കരുത്. അപ്പം ഇതെൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു, അദ്ദേഹം നിനക്ക് അന്യനല്ല, നിന്റെ സഹോദരനാണെങ്കിൽ ഞാൻ അന്നേരം എൻ്റെ ഭാര്യയൊക്കെ ചോദിച്ചു, അദ്ദേഹം നമ്മുടെ സഹോദരനാണെങ്കിൽ സഹോദരനെ സഹായിക്കുക എന്നുള്ള എൻ്റെ കടമയല്ലേ? അപ്പം എനിക്ക് ഈ രാജ്യത്ത് അക്കൗണ്ടൊന്നുമില്ല. ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പണ്ട്, ഞാനത് ഇതാക്കി. ഞാനിവിടെ അന്യനും പരദേശിയുമാണ്. അപ്പം ഞാൻ ഭാര്യയുടെയൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ലോൺ എടുക്കാം. ഞങ്ങളങ്ങനെ ലോൺ കൊടുത്തു. ഇന്നും അതിൻ്റെ ഇൻട്രസ്റ്റ് പുള്ളി അടയ്ക്കുന്നുണ്ട്. അതെങ്ങും ഇതായിട്ടില്ല, പക്ഷെ ഒരു നല്ലൊരു എമൗണ്ട് എടുത്തു കൊടുത്തു. നിങ്ങളങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അപ് ടു യു. ഞങ്ങൾ എന്നിട്ട് ആരോടൊന്നും പറഞ്ഞില്ല, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യം വന്നു.
എനിക്ക് വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യം. ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഞാൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പം എനിക്കതിൻ്റെ 4 മടങ്ങ്. എന്നെ അദ്ദേഹം വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ ഒരിതുമില്ല. ഞാനിവിടെ ലോണായിട്ട് എടുത്ത് കൊടുത്തെങ്കിൽ എനിക്ക് പിന്നെ കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്നും പറഞ്ഞാൽ 10 ലക്ഷം തന്നു. കണ്ടോ? അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തോ ഇത്? അപ്പം ദൈവം എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിൽ മീതെ എറിയടാ. എറി. ഏറിയ നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടും. ഏറിയ നാൾ കഴിഞ്ഞ് തിരിച്ചു കിട്ടും. നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ 2ാമത്തെ ഭാഗം, 1ാമത്തെ കാര്യം പറഞ്ഞു, ആർക്കെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അതൊക്കെ എന്തോ ചെയ്യണം? മൂടി അവരെ യഥാസ്ഥാനപ്പെടുത്തണം. എന്നിട്ട് 2ാമത്തെ കാര്യം പറയുന്നു, തമ്മിൽ തമ്മിൽ എന്തോ ചെയ്യണം? ഭാരങ്ങളെ ചുമക്കണം. ഭാരങ്ങളെ ചുമക്കണം. ഭാരങ്ങളെ ചുമക്കണം. അങ്ങനെ ചുമന്ന നമ്മൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുന്നവരായി മാറും. നമ്മുടെ വിചാരം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചാൽ, 2 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ, 1 മണിക്കൂർ ദൈവജനം വായിച്ചാൽ, മറ്റൊരാളോട് സുവിശേഷം പറഞ്ഞാൽ ന്യായപ്രമാണം നിവർത്തിക്കുന്നു എന്ന് അല്ല. ഇവിടെ പറയുന്നു, മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ബാധ്യസ്ഥരാ. നമ്മൾ ബാധ്യസ്ഥരാ. കാര്യം നമ്മളോട് ചുമക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ നിന്റെ ഭാരമല്ല എൻ്റെ കയ്യിലോട്ട് കൊണ്ടെത്താ എന്ന് വെച്ചാൽ അവിടുന്ന് മേടിച്ച് നേരെ ടിമ്മി ബ്രദറിൻ്റെ അടുത്തുനിന്ന് മേടിച്ച് കർത്താവിൻ്റെ അടുത്തോട്ട് കൊണ്ടു കൊടുക്കണം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഹാമിന് പറ്റിയത്, ലജ്ജയായത്, അല്ലെങ്കിൽ നത്തുന്നത്, മൂടി വെക്കേണ്ടത് മൂടി വെക്കാതെ തുറന്നു കാണിച്ചപ്പോൾ ശാപവും, മൂടി വെച്ചവർക്ക് ലഭിച്ച അനുഗ്രഹം, ദൈവം അവരെ മൂടി, ദൈവം അവരെ അനുഗ്രഹിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം അതെന്താണെന്നറിയാമോ? 5:7. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തോന്നിയാൽ, അവരെ സഹായിക്കാൻ നമുക്ക് തോന്നിയാൽ, ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നമ്മൾ നോഹയുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. ഹാമും ഷേമും ജാഫെത്തും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിൽ നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവജനം നമ്മളോട് പറയുന്നു, നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. എൻ്റെ വായിന്ന്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരെ അപമാനിക്കത്തില്ല, ലജ്ജിപ്പിക്കത്തില്ല. അവരുടെ മറ്റൊരു വീക്ക്നെസ് എൻ്റെ വായിന്നും വരത്തില്ലെന്നേ. എനിക്കത് പറയേണ്ട കാര്യമില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവർക്ക് വേണ്ടി ഇടവ് നിൽക്കും, ഞാൻ അവരെ സഹായിക്കും. ബാക്കിയുള്ളവരെന്ത് പറയുന്നെന്നുള്ള നമ്മുടെ വിഷയമല്ല. ദൈവജനം പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ. നമ്മുടെ ചുറ്റും ബലഹീനത ഉള്ള അനേകരുണ്ട്. പലപ്പോഴും അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് പകരം നമ്മൾ അവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, അവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ ദൈവം നമ്മുടെ മേലിലും ദുഃഖിക്കുന്നവരായി മാറുന്നു. ദൈവത്തിലൊരു ഉപമ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു രാജാവിൻ്റെ അടുത്ത്, തൻ്റെ യജമാനൻ്റെ അടുത്ത് ഒരുപാട് കടം ഉണ്ടായിരുന്നു. അതെല്ലാം യജമാനൻ ഇളച്ച് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തനിക്ക് ഒരു ചെറിയ കടം കൊടുക്കാനുള്ളൊരുത്തിനെ വഴി വെച്ച് കണ്ടിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ച് കാശ് തരുവോളം എന്തോ ചെയ്തു, അവനെ ദണ്ഡിപ്പിച്ചു. അതുപോലെ നമ്മൾ നമ്മുടെ ബലഹീനതയൊക്കെ മറന്ന് ദൈവം നമ്മളെ ഇത്ര സ്നേഹിച്ച്, ഇത്ര അനുഗ്രഹിച്ച്, ഇത്ര സഹായിച്ച്, ഇത്ര ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വിടുവിച്ചിട്ടും നമ്മളിപ്പോഴും മറ്റുള്ളവരുടെ ബലഹീനതകളിൽ അവരെ സഹായിക്കാൻ കഴിവില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ സഹായിക്കാൻ അവസ്ഥയില്ലായിരിക്കാം. പക്ഷേ
അവരെയൊക്കെ നമുക്കിന്ന് ഓർക്കാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെ ആരെയൊക്കെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ക്ഷമ പറയാം. നമുക്കവരെ വിളിക്കാം, വിളിച്ചിട്ട് പറയാം, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് എന്നെ ദൈവാത്മാവ് അങ്ങനെ ഓർപ്പിച്ചു. ഇന്ന് ഞാനൊരു ദൈവവചനം കേട്ടു, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്ക് അന്ന് വിഷമമായെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവെ, പലപ്പോഴും മറ്റുള്ളവരുടെ ബലഹീനതകൾ, കർത്താവെ, ഹല്ലേലൂയ, ആ ദൗർബല്യങ്ങളൊക്കെ ഞങ്ങളിലൂടെ മറ്റു പലരും അറിഞ്ഞു. എന്നാൽ ഇന്നു മുതൽ കർത്താവെ അതൊക്കെ മൂടി, കർത്താവെ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ കർത്താവെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു അനുഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളെ മൂടുമെന്ന് ഞങ്ങൾക്ക് അറിയുന്നു. ആമേൻ, ആമേൻ. കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അറിയപ്പെടുമെന്ന്, വിളിക്കപ്പെടുമെന്ന് അങ്ങയുടെ വചനമാണല്ലോ. കർത്താവെ, മറ്റുള്ളവരുടെ കർത്താവെ കുറ്റങ്ങളും കുറേശങ്ങളും ഒക്കെ പറഞ്ഞു നടക്കുന്നവരായിട്ടല്ല, അവരെ സഹായിപ്പാൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നവരാക്കി അങ്ങ് ഞങ്ങളെ തീർക്കും. കർത്താവ്, ഇന്ന് ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ ഹൃദയത്തിൽ കർത്താവ് ഇടപെട്ടതിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. അടിയനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് വാക്കുകളിൽ, പ്രവൃത്തികളിൽ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റി കർത്താവെ, അല്ലെങ്കിൽ എൻ്റെ നാവിലൂടെ കർത്താവെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന, പ്രശംസിക്കുന്ന, ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന വാക്കുകൾ വരട്ടെ കർത്താവ്. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. ദൈവം കൂടെ ഇരിക്കും, സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. Praise Lord, praise Lord. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്.